അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് റബീഉൽ അവ്വൽ വരുന്നതിൻ്റെ ആ ഒരു തുടക്ക സമയത്ത് ത്വഹാ തങ്ങളും ഷുക്കൂർ ഇർഫാനി ഉസ്താവും റൌഫ് ഉസ്താവും ഷഹീൻ ബാബു ഞാനും ഇൻഷാദും ഷമീം അങ്ങനെ തുടങ്ങിയ ഒരു 5-6-7 ആളുകൾ തുടങ്ങിയിട്ടുള്ള പുതിയ മദ്ഹിന്റെ വരികൾ ഞങ്ങൾ റിലീസ് ചെയ്യാറുണ്ട്. തങ്ങൾ ഷഹീൻ ഒഫീഷ്യൽ മീഡിയയിലാണത് പോസ്റ്റ് ചെയ്യാറുള്ളത്. അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ അത് കേൾക്കാറുമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു പാട്ടിനെ കുറിച്ച് അത് എങ്ങനെയാണ് അത് ജനിക്കുന്നത്, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ള ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഷമീമിനെ എന്തിനു വിളിച്ചാന്ന് മനസ്സിലായില്ല. റബീഉൽ അവ്വൽ ആകുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ശരിക്കും ഈ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യൽ. ആദ്യം പാട്ട് പാടി റെക്കോർഡ് ചെയ്യുകയും പിന്നെ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുകയും. സത്യം പറഞ്ഞാൽ റബീഉൽ അവ്വലിന്റെ സമയത്ത് എല്ലാവരും പല 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 സ്ഥലങ്ങളിലായിട്ട് പരിപാടികളിലായിരിക്കുമല്ലോ. അതിന്റെ മുന്നേ ഉള്ള ഒരു ഒരുമിച്ച് കൂടൽ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു സംഭവമാണ്. അങ്ങനെയുള്ള ഒരു ഒരുമിച്ച് കൂടലും അത് പുതിയൊരു മദ്ഹ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുമിച്ച് കൂടലും ആകുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു ഡേയ്സ് ആണ് ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വേറല്ലേ വീഡിയോ എടുത്ത് നമ്മൾ എവിടെയാ ഉള്ളത്, എങ്ങനെയാണ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഷൂട്ടിങ്ങിന്റെ സംഭവങ്ങളൊക്കെ ഉള്ളത്, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ക്യാമറ ഓൺ ചെയ്തത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എത്തിട്ടോ. ഇന്ന് റെക്കോർഡിങ് നടക്കുന്ന വീട് എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ത്വഹാ തങ്ങളെ പിന്നെ ജ്യേഷ്ഠൻ്റെ അവരെ വീട്ടിലാണ്. റെക്കോർഡിങ്ങിനുള്ള ഷൂട്ടിങ്ങിനുള്ള പ്രിപ്പറേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് എപ്പോഴും ഷഹീൻ ബാബു തട്ടിയെടുക്കലുണ്ട്. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എന്തത് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലാഷ് മീഡിയയുടെ വീഡിയോഗ്രാഫി തന്നെ ആയിരുന്നു, ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഉള്ളത്. എല്ലാരും റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഷുക്കൂർസ്ഥാന്റെ റെക്കോർഡിംഗ് ഇതാ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. സ്പോട്ടിൽ ചെയ്യുന്ന പറഞ്ഞേ. ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം കേട്ടോ. ഇൻഷാദിന്റെ ഒരു അടിപൊളി പോഷൻ വരാണ്ട്. ഇൻഷാ കളിക്കാക്കി ഇതെന്താക്ക ബാവാ ബാവാ ആരും കാണാതെ നിന്റെ വീഡിയോ എടുക്കണേ മുന്നേ പൗഡർ ഇടാൻ വന്ന. ഞാൻ പൗഡർ ഇടലുണ്ടോ കുറച്ചിട്ടോ. ആ മറ്റേ മെയ്ക്കൊക്കെ ഒന്ന് പോവാ. മെയ്ക്ക് എന്നല്ല പറയാ, എന്താണോ നമുക്ക് ഇന്റെ വീഡിയോ എടുക്കാവാ. കാര്യമായിട്ട് കോസ്റ്റ്യൂം റെഡി ആക്കാൻ വേണ്ടി ഇസ്ത്രിയൊക്കെ ഇടുന്ന നോക്കി. മാഷാ അല്ലാ. ഈ പ്രാവശ്യത്തെ പാട്ടിൽ ഏറ്റവും ടോപ്പ് വരികളാ എൻ്റെ കേട്ടോ. ഇവൻ ഡ്രസ്സൊക്കെ മാറ്റി വന്ന കാര്യത്തിലായിക്കണട്ടാ അല്ലേ, ലുക്ക് ആയിക്കണേ. അങ്ങനൊക്കെ പറയും. എക്സ്പ്രഷൻ നോക്കി. ഇതാണ് കേട്ടോ നമ്മള് റെക്കോർഡിങ് വീഡിയോ ഷൂട്ടിങ് നടക്കുന്ന വീടിന്റെ പുറം ഭാഗം. മാഷാ അല്ലാ, എല്ലാവരും മാഷാ അല്ലാ പറയണം കേട്ടോ. പിന്നെ ഓരോ വർഷം ഇതുപോലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളോട് സഹകരിക്കുന്ന ഒരുപാട് നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വലിയ നന്ദിയും കടപ്പാടും എന്നുണ്ട് എന്ന് ഈ ഒരു സാഹചര്യത്തിൽ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒരുപാട് മദ്ഹുകൾ പാടാൻ പറ്റട്ടെ. ഒരുപാട് മദീനയെക്കുറിച്ച് പാടാനുള്ള തൗഫീഖ് നിങ്ങൾ ദ്വാരക്കണം. ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി കാണാം. ഇൻഷാന്റെ ടൈക്ക് ആയിട്ടാ ഇൻഷാ പാടണ്ട. ഇൻഷാന്റെ പോർഷനാ. ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം ആട്ടത്. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ പോണേ. ഇവിടെ വന്നിട്ട് പാടാം. റൌഫ് ഉസ്താദ് നേരം വൈകിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാട്ടാ. എന്താ പറയണേ? ഭക്ഷണം കിട്ടിയിട്ടില്ല. നിങ്ങളെ ഭക്ഷണം വാങ്ങി തരണം ഞങ്ങൾക്ക് എല്ലാവർക്കും. ഭീഷണി കേട്ടോ. ഭക്ഷണം കിട്ടിയില്ല. ഇതിന് കൊറേ ചെലവുണ്ട്. നിങ്ങളൊരു 10,000 ഉറുപ്പിക അയച്ചാ മതി. രണ്ടാമത്തെ ലൊക്കേഷനിലെത്തിട്ടോ. ഇവിടുന്ന് എടുക്കാൻ പോകുന്നത് നോക്കി നോക്കാം.
ഷുക്കൂർ ഇർഫാനിസ്താവ് പാടായിരുന്നു. ഒച്ച ഉണ്ടാക്കാടാ. എല്ലാരെ വീഡിയോ എടുക്കലും കഴിഞ്ഞിട്ടാ അവസാനം ഒരാളെത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കി നോക്കാലോ. അവസാന സമയത്ത് എത്തിയ ആളായിരിക്കും. ആരായിരിക്കും? അവസാനം നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ആരാ? നീണ്ട കാത്തിരിപ്പിന് ശേഷം എത്തിയ ആളിതാണ്. എന്താ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാ? ശരി, മഗ്‌രിബിനല്ലേ എത്തിയിട്ടുള്ളത് അയച്ചേ. ഇത് നേരത്തെ സമയം എത്ര മണിയാ? 10 മണിയായിട്ടുള്ളൂ. നേരത്തെ ഞങ്ങള് ഉച്ചക്ക് ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. റോബുസ്ത ഇന്ന് നേരത്തെയാണ് എത്തിയെന്നാ പറഞ്ഞത്. ഒരൊറ്റ ഷൂട്ടിങ് ഞാൻ നേരെ വൈകിട്ടില്ല. ആദ്യമായിട്ടാ സത്യം. ഒന്ന് അതിന് ശരീരം നോക്കണമല്ലോ. റൌഫ് ഉസ്താദ് നേരം വൈകി വന്നിട്ട് ഷുക്കൂർ ഉസ്താദ് ആകെ പ്രശ്നമാക്കുന്നുണ്ട്. അതൊക്കെ വെച്ചോ നമ്മൾ അടിക്കണേ പോ. കാണിച്ചില്ലല്ലോ. ഷഹീൻ ബാബുവിന്റെ വാച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താന്ന് കമന്റ് ചെയ്യണേ. ഇൻഷായും നല്ല ചാമ്പാൻ നോക്കണ്ട്. നല്ല കാട്ട് ഇതാട്ടോ വാച്ച്. നല്ല നോക്കിക്കോളി. ഞങ്ങള് ഇതിനെത്ര? 250. ഷെയ്ന എത്ര റേറ്റ്? എത്ര? നല്ല ഭംഗിയില്ലേ? ഇൻഷാന് രസമല്ല കേട്ടോ. ഇൻഷാന് രസമല്ല. മാഷാ അല്ലാഹ്, റെക്കോർഡിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ പിരിഞ്ഞിട്ടോ. പിന്നെ എനിക്ക് പ്രത്യേകം എടുത്തു പറയാൻ തോന്നിയൊരു കാര്യം, ഈ പ്രാവശ്യത്തെ ആ പാട്ടിലെ വരികൾ തങ്ങൾ വളരെ എന്താ പറയുക, മിനിറ്റുകൾ കൊണ്ട് ഓരോരുത്തർക്കുള്ള വരികൾ എഴുതുന്നതാ എന്നുള്ളത് നിങ്ങൾക്ക് ആ പാട്ട് കേട്ടാൽ ഫീൽ ചെയ്യില്ല. പക്ഷെ ഞാൻ പാടാൻ പോകുമ്പോൾ എനിക്കുള്ള വരികൾ അപ്പം എഴുതി തന്നു. ഓരോരുത്തർ പാടാൻ പോകണം. മാഷാ അല്ലാഹ്. അതുപോലെ തങ്ങളെ ഇക്കാക്കമാരുടെ 2 ഇക്കാക്കമാരുടെ 2 വീടുകളിൽ നിന്നാണ് നമ്മൾ ഷൂട്ടിങ് ചെയ്തത്. എല്ലാം വളരെ സ്നേഹത്തോടെ അവർ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്ത് വളരെ സന്തോഷം കേട്ടോ. അല്ലാഹു തങ്ങൾക്കും ഞങ്ങളുടെ കുടുംബക്കാർക്കും അവർക്കൊക്കെ വലിയ സന്തോഷങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാട്ട് കേട്ട് നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയണം. പ്രത്യേകം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മൾ ഈ ഒരു എന്താ പറയുക, ഒരുമിച്ച് കൂടിയ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലുള്ളവരാണെങ്കിൽ പോലും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു കുടുംബത്തെ പോലെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ പോകുന്നത് അതെന്നും നിലനിൽക്കാനും ഇനിയും മരണം വരെ മദ്ഹ് പാടാനൊക്കെ ഉള്ള തൗഫീഖിന് നിങ്ങളൊക്കെ ദ്വാരക്കണം. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദ്വാരക്കണം. നിങ്ങളെ എല്ലാവരെയും ഞങ്ങളെല്ലാ ദുആകളിലും ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ളൊരു സ്നേഹബന്ധമാണല്ലോ നമ്മളത്. അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.